What's up, Chelsea fans, football fans? Welcome back to Chelsea Karen channel. Victor Osimhen നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഫെബ്രിസിയോ റൊമാനോ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഫെബ്രിസിയോ റൊമാനോ പറഞ്ഞത് കൊള്ളാം. ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞൊരു കേസ് തന്നെയാണ്. നോട്ട് ബിക്കോസ് ഞാൻ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇങ്ങനെ സജീവമായിരിക്കുന്നുണ്ടെന്നല്ല. ഇറ്റ്സ് വെരി വെരി ക്ലിയർ. ഇപ്പോ കണ്ണും പൂട്ടി നമുക്ക് നമ്മുടെ ട്രാൻസ്ഫർ ടാർഗറ്റ് പ്രൊഫൈല് നമുക്ക് ജഡ്ജ് ചെയ്യാം. ഇനി അവസാനം വിക്ടർ ഓസിമെൻ സൈൻ ചെയ്യപ്പെടാം, ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ മാൻഡ്രേക്കായി മാറാം. ബട്ട് ഇൻ ഓൾ റിയാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ചെൽസി സൈനിങ് വിക്ടർ ഓസിമെൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, ട്രാൻസ്ഫർ വാല്യൂ, അന്യായ ട്രാൻസ്ഫർ വാല്യൂ ആണ്. അത് പിന്നെയും പോട്ടെ എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള പേയ്മെന്റ് ടേംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിക്ടർ ഓസിമെനെ സൈൻ ചെയ്യാം. പക്ഷെ രണ്ടാമത്തെ ഘടകം ഹിസ് സാലറി. ആൻഡ് ചെൽസിയുടെ ഇപ്പോഴത്തെ ടാർഗറ്റുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാളെയും ഹൈ സാലറിയിൽ സൈൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു റഹീം സ്റ്റെർലിംഗ് ഉണ്ട്, അവനെ ഓഫ് ലോഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഓഫ് ലോഡ് ചെയ്യാൻ എന്തായാലും ചെൽസി നോക്കും, കാരണം അത്രയും വലിയ സാലറി കുറഞ്ഞു കിട്ടും. പിന്നെ ബെൻ ചിൽവെലിനെ നമ്മൾ ഓഫ് ലോഡ് ചെയ്യാൻ നിൽക്കണം, കാരണം ഹി ഈസ് ഓൾസോ ഓൺ ഹൈ സാലറി. പിന്നെയുള്ള ഹൈ സാലറി ശരിക്കും പറഞ്ഞാൽ റീസ് ജെയിംസ് ആണ് ഉള്ളത്. അപ്പൊ വിക്ടർ ഓസിമെൻ വന്നു കഴിഞ്ഞാൽ മിനിമം 250K അറ്റ്ലീസ്റ്റ് ബെൻ ചിൽവെലിന്റെ നിലയിൽ, സ്റ്റേർലിംഗിന്റെ നിലയിൽ 350K പെർ വീക്ക് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിൽ യാതൊരു വകുപ്പും ഞാൻ കാണുന്നില്ല ബോർഡ് വിക്ടർ ഓസിമെന്റെ പുറകെ പോകുന്നത്. ആൻഡ് ഐ ടോൾഡ് ദിസ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. ആൻഡ് ഞാൻ വിക്ടർ ഓസിമെനെ കുറിച്ചിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ നമുക്കറിയാം, നമ്മളിപ്പോ പണ്ടൊക്കെ ഏതൊരു സ്ട്രൈക്കറിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മച്ചനെ അവൻ പൊളി, അവൻ വരട്ടെ, അവൻ ബ്ലാസ്റ്റ്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞാൻ ആ പരിപാടി നിർത്തി. ഞാൻ മൊത്തത്തിൽ വിലയിരുത്താൻ തുടങ്ങി. വിക്ടർ ഓസിമെൻ ഈസ് എ ബ്രില്യൻ സ്ട്രൈക്കർ എന്നുള്ളതിൽ സംശയമില്ല. ബട്ട് ഹി ഈസ് എ പ്യുവർ ടാർഗറ്റ് മാൻ. ആൻഡ് ഈ ക്ലിനിക്കാലിറ്റിയും ഗോൾ കൺവേർഷനും, ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ മറ്റേ ഡ്രിബിൾ ചെയ്ത് ഷോട്ടൊക്കെ എടുത്ത് മാത്രം നോക്കണ്ട. ചില ക്ലിനിക്കാലിറ്റി ഹി ഈസ് നോട്ട് വെരി ക്ലിനിക്കൽ. നമ്മൾ വിചാരിക്കുന്ന അത്രയും ലെവൽ ഓഫ് ഗോൾ കൺവേർഷനോ ക്ലിനിക്കാലിറ്റിയോ വിക്ടർ ഓസിമെൻ ഇല്ല എന്നുള്ളത് പല റിപ്പോർട്ടുകളും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഹി ഈസ് നോട്ട് ദാറ്റ് എന്താ പറയുക, ലിങ്ക് അപ്പ് പ്ലേ, ഓടി വന്ന ഫോൾസ് നയനിഷ് സ്റ്റൈൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ അല്ല. ഹി ഈസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്രൊഫൈൽ പ്ലെയർ. പ്യുവർ ക്ലാസിക് ടാർഗറ്റ് മാൻ, എക്സ്ട്രീംലി ഗുഡ് പ്ലെയർ. ചെൽസി സിസ്റ്റത്തിൽ സൂട്ട് ആവാനായിട്ടുള്ള ഒരു സാധ്യത കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ പോരാത്തതിന് പ്രീമിയർ ലീഗിലേക്ക് വരികയാണ്, അഡാപ്റ്റബിലിറ്റി ഒരു ചോദ്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുന്നതിൽ ഒരു വലിയൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. സർപ്രൈസ് അല്ല വിക്ടർ ഓസിമെൻ ഇസ് നോട്ട് എ ടാർഗറ്റ് എന്നുള്ളത്. സോ ദെൻ ഒബ്വിയസ് ചോദ്യം ഇതായിരിക്കും, ഹു വിൽ ബി എ ടാർഗറ്റ്? അലക്സാണ്ടർ ഐസക്. നമ്മൾ ആ ട്രാൻസ്ഫർ ഫീ കൊടുത്താലും ഒരു മടിയില്ല. ജാക്സന്റെ അതേ പ്രൊഫൈൽ വിത്ത് ബെറ്റർ ഹൈ ക്വാളിറ്റി ഫിനിഷിംഗ്. അപ്പൊ ഐസക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ കണ്ണും പൂട്ടി മേടിക്കാം. ആ വാല്യൂ കൊടുത്താലും കണ്ണും പൂട്ടി മേടിക്കഴിഞ്ഞാൽ സാലറി ഐസക്കിന് അത്രയും ഹൈ ലെവൽ അല്ല. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സെസ്കോ ഇസ് എ ടാർഗറ്റ്. പക്ഷെ സെസ്കോ ആർസണൽ നോക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇഫ് ആർസണൽ ഗോസ് ഫോർ സെസ്കോ എന്തൊന്നാലും ആർസണലിൽ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. കാരണം ദേ ആർ ഗണ്ണിങ് ഫോർ ദ ടൈറ്റിൽ നെക്സ്റ്റ് സീസൺ ആർസണലിനെ സംബന്ധിച്ച്. പിന്നെ ഉള്ളത് ഗൈക്കോറസ് എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട്. പിന്നെ നമുക്ക് സ്കൗട്ടിംഗ് ടീമിനെ വിശ്വസിക്കേണ്ടി വരും. ദേ ആർ ഡെഫിനറ്റ്ലി സ്കൗട്ടിംഗ് അപ്പ് പീപ്പിൾ. നല്ല ടാർഗറ്റ് ആണ് ഇതുവരെ ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. സോ ലുക്ക് ഔട്ട് ഫോർ എ യങ് ഗായ്, ലോ സാലറി, അത്രയും വലിയ ട്രാൻസ്ഫർ ഫീസ് ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെ നോക്കുക. അലക്സാണ്ടർ ഐസക് അല്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് പ്രൊഫൈൽ. പിന്നെ ചുമ്മാ കുറെ നമുക്ക് വേണമെങ്കിൽ പേരുകൾ നമുക്ക് എഴുതി കൂട്ടാം, പക്ഷെ ഒന്നും കാര്യമില്ല. ലൗതാറോ മാർട്ടിനസിനെ വേണമെങ്കിൽ നമുക്ക് എഴുതി കൂട്ടാം, പക്ഷേ ഹീസ് എക്സ്റ്റെൻഡഡ് കോൺട്രാക്ട് ഇന്റർ മിലാനിൽ. അപ്പോ ദോസ് ആർ ദ പ്രൊഫൈൽ. നോട്ട് സർപ്രൈസ് വിത്ത് ദിസ് ന്യൂസ്. നിങ്ങളുടെ തോട്ട്സ് എപ്പോഴത്തെ പോലെ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം Chelsea Karen.